അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 16-ാമത്തേതായിരിക്കുന്ന ശ്ലോകത്തെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അതിലെന്താണ് ഇവിടത്തേതായിരിക്കുന്ന ഉണ്മയും ഇല്ലായ്മയും എന്ന് വെച്ചാൽ സത്തും അസത്തും, അതായത് ഈ ഉണ്മയ്ക്ക് ഇല്ലായ്മയും അതുപോലെ തന്നെ ഇല്ലായ്മയ്ക്ക് ഉണ്മയും യാതൊരു കാരണവശാലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കഴിഞ്ഞ ക്ലാസ്സിലെ 16-ാമത്തെ ശ്ലോകത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മണ്ണില്ലാതെ പാത്രങ്ങൾ പല വിധത്തിലാണ്, കുടമായിട്ടൊന്നൊക്കെയുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വാസ്തവത്തിൽ എന്താണ്, മണ്ണ് കൂടാതെ യാതൊരു പാത്രവുമില്ല. എങ്കിലോ നമ്മൾ അതിനെ ഓടായിട്ടും ഇഷ്ടികയായിട്ടും അതുപോലെ മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ തന്നെയാണ് ഈ എല്ലാ വികാരവും എല്ലാ കാര്യവും എന്താണ്, അസത്താണ്. അപ്പൊ സത്യത്തിൽ അവിടെ പാത്രമാണോ സത്യം, മണ്ണാണോ സത്യം? മണ്ണാണ്. അപ്പൊ മണ്ണിനെ കാണാത്തത് കൊണ്ട് നമ്മൾ പാത്രത്തെ കാണുകയാണ്. അപ്പൊ എന്നതുപോലെയാണ് എല്ലാ വികാരവും എല്ലാ ദ്വന്ദ്ങ്ങളും എന്താണ്, അസത്തായിട്ടുള്ളതാണ്. അതായത് കാരണത്തെങ്കിൽ നിന്ന് അന്യമായി അവ കാണപ്പെടുന്നതല്ല എന്നാണ്. ഇപ്പൊ സ്വർണമില്ലാതെ ആഭരണങ്ങളുണ്ടോ? ഇപ്പൊ കമ്മലുണ്ട്, അതുപോലെ മാലയുണ്ട്, വളയുണ്ട്, തളയുണ്ട്, അതുപോലെ തന്നെ പല പല തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. പക്ഷെ വാസ്തവത്തില് ആ ആഭരണത്തിന് എന്താണ് കാരണം? ആഭരണത്തിന് കാരണം സ്വർണമാണ്. സ്വർണത്തെ കാണാത്തപ്പോഴാണ് നമ്മൾ ആഭരണത്തെ കാണുന്നത്. അപ്പൊ ഈ സ്വർണമാണ് സർവ്വ ആഭരണങ്ങളുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ സ്വർണമാകുന്ന കാരണം കാര്യവടിവിൽ ഇരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബോധസത്യമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അദ്വയമായിരിക്കുന്ന ജ്ഞാനം, ഏകമായിരിക്കുന്ന ആ അറിവ് തന്നെയാണ് ഇവിടെ നാനാത്വമായിരിക്കുന്ന ജഗത് ആയിട്ട് പരിണമിച്ചിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇവിടെ എന്തേ ഉള്ളൂ? ബോധം. അതിന് നമ്മള് ഈ സ്വർണത്തെ കാണാത്തത് കൊണ്ട് സ്വർണം കൊണ്ട് ഉൽപ്പന്നമായിരിക്കുന്ന ആഭരണങ്ങളെ കാണുന്നു എന്നതുപോലെ ഇവിടെ അപ്പൊ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? സ്വർണം മാത്രം അല്ലേ? എന്നതുപോലെ ബോധം, ആ ഉണ്മയെ ആണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. അപ്പോഴോ അതായത് ഈ മണ്ണ് ഉണ്ടാകുന്നതിന് മുമ്പും നശിച്ചതിന്റെ ശേഷം, അതായത് അവ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ഇല്ലാത്ത വസ്തു വർത്തമാന കാലത്തിലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു മൺപാത്രം, വളരെ ചിന്തിച്ചാലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു മൺപാത്രം, ഈ മൺപാത്രം അതായത് ഇപ്പൊ ഒരു കലമെന്നോ കുടമെന്നോ എടുക്കാം. ആ ഒരു കുടം ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നു. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കുടം ഉണ്ടായിരുന്നോ? കുടം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താണ്, ഈ വർത്തമാനകാലത്തില് നമ്മൾ ഈ കുടത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ കുടം നശിക്കും. അപ്പോ അതുപോലെ ഇന്നലെ ഇല്ലാത്തതും ഈ വർത്തമാനകാലത്തിൽ മാത്രമുള്ളതും നാളെ ഇല്ലാത്തതുമായിരിക്കുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ വസ്തുവിനെ ഉള്ളതായിട്ട് ശാസ്ത്രം പറയുന്നില്ല. പക്ഷെ ഈ കുടം ഉണ്ടാകുന്നതിന് മുമ്പും ഇപ്പൊ ഈ കുടം ഉണ്ട് എന്നുള്ള അവസ്ഥയിലും ഈ കുടം ഇല്ലാതിരിക്കുമ്പോഴെന്താണ്, കുടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുടമുണ്ട്, കുടം നശിച്ചു എന്നുള്ള രീതിയിൽ ഉണ്മയായിരിക്കുന്ന ആ ബോധം എന്താണ്, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടേതായിരിക്കുന്ന ഭൂതത്തിലും അതുപോലെ വർത്തമാനത്തിലും ഭാവിയിലും എന്താണ് ഇല്ലാതായിരിക്കുന്ന ഒരു പദാർത്ഥം ഇല്ലാത്തത് കൊണ്ട് അതിനെ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഘടം മുതലായ കാര്യങ്ങളും മണ്ണ് മുതലായിരിക്കുന്ന കാരണവും അസത്യമാണ്. എന്താ മനസ്സിലായത്? ഈ കുടം, അതുപോലെ തന്നെ മണ്ണ്, അതുപോലെ തന്നെ സ്വർണം, അതുപോലെ തന്നെ ആഭരണങ്ങള് എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ എന്താണ്, അസത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവയുടെ കാരണത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് കാണപ്പെടുന്നില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മണ്ണില്ലാതെ കുടമില്ല, കുടമില്ലെങ്കിലും എന്തുണ്ട്, മണ്ണുണ്ട്. സ്വർണമില്ലാതെ എന്തില്ല, ആഭരണമില്ല. ആഭരണമില്ലെങ്കിലും എന്തുണ്ട്, സ്വർണമുണ്ട് എന്നതുപോലെയാണ് അതിൻ്റെതായിരിക്കുന്ന സ്ഥിതി. അതായത് ഇപ്പോ ഘടം എന്ന് വെച്ചാൽ കുടം മുതലായിരിക്കുന്ന കാര്യം എന്താണ്, മണ്ണ് മുതലായിരിക്കുന്ന കാരണത്തിൽ നിന്ന് സ്വതേ വ്യതിരിക്തമായിട്ട്, അതായത് വേറിട്ടിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ മണ്ണ് മുതലായിരിക്കുന്ന അതിന്റെ കാരണങ്ങളും വ്യതിരിക്തമായിട്ട്, അതായത് അതിൽ നിന്ന് വേറിട്ടിട്ടായിട്ട് മാറുന്നില്ല. അങ്ങനെ മേൽക്കുമേലെ കാരണരൂപേണ നോക്കുമ്പോഴോ കാര്യരൂപങ്ങളെല്ലാം അസത്യമായിട്ട് ഭവിക്കുന്നു.
എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണാണല്ലോ ഈ പറയുന്ന പല പാത്രങ്ങളായിട്ട് മാറിയത്. അപ്പൊ വാസ്തവത്തിൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മണ്ണ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടോ ഈ വാസ്തവത്തിൽ എന്താണ്? പാത്രങ്ങള് അസത്യമാണ്, മണ്ണോ സത്യവുമാണ്. അതുകൊണ്ടോ ഇതിനാൽ പരമാർത്ഥ സത്ത, എന്താ പരമാർത്ഥ സത്ത എന്ന് പറഞ്ഞാൽ ഉള്ളതായിരിക്കുന്ന വസ്തു എന്താണ്? കാര്യകാരണങ്ങളാൽ അത് നിയമിക്കപ്പെടുന്നില്ല. അതുകൊണ്ടോ കാര്യകാരണങ്ങളായി കാണപ്പെടുന്ന സകലവും അസത്താണെന്ന് വരുന്നു. മണ്ണുണ്ടെങ്കിൽ കുടമുള്ളൂ എന്ന് വെച്ചാലോ, കുടമുണ്ടെങ്കിൽ മണ്ണുള്ളൂ എന്ന് വെച്ചാൽ ഒന്നുണ്ടെങ്കിൽ ഒന്നുള്ളൂ എന്ന് വരികയാണെങ്കിൽ എന്താണ്? അതിനെ ഉള്ളതായിട്ട് ശാസ്ത്രദൃഷ്ട്യാ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് വേദാന്ത മതം അല്ലെങ്കിൽ ശാസ്ത്രമതം. അപ്പൊ ഇവിടെ ഒരു പൂർവപക്ഷം വരും. എന്താ പൂർവപക്ഷം? സിദ്ധാന്തപക്ഷം. അതായത് വേദാന്തം അല്ലെങ്കിൽ ഗീത പോലെയുള്ള താത്വികമായിരിക്കുന്ന ശാസ്ത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് പക്ഷം വരും. എന്താ ഈ രണ്ട് പക്ഷം? അവരെ പൂർവപക്ഷിയെന്നും സിദ്ധാന്ത പക്ഷിയെന്നുമാണ് പറയാം. അതായത് സിദ്ധാന്തം പൂർവപക്ഷം. ഈ പൂർവപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ വേദാന്തത്തിന്റെ പരമാർത്ഥമായിരിക്കുന്ന വസ്തുതയെ വ്യക്തമാക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സംശയിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പൂർവപക്ഷം. എന്ന് വെച്ചാൽ നമ്മെ പോലെ, അതായത് ശുദ്ധമാകാത്ത മനസ്സിനെയും അതുപോലെ ഈ ലോകം അജ്ഞാനകൽപിതമായിരിക്കുന്ന ഈ ലോകം വാസ്തവമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടത്തേതായിരിക്കുന്ന എന്താണ് ജോലി, അതുപോലെ സമ്പത്ത്, അതുപോലെ തന്നെ ഭാര്യ, പുത്രന്മാര്, സ്ഥാനമാനങ്ങള്, ഇതൊക്കെ വാസ്തവത്തിൽ ഉള്ളതാണെന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ഈ കർമ്മം എന്നുവെച്ചാൽ കർമ്മം ചെയ്താല് മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെയുള്ള രീതിയിൽ ഈ കർമ്മത്തിനെയും അതുപോലെ തന്നെ ഈ ലോകത്തിനെയും ഇവിടെ ഉള്ളതിനെയും വാസ്തവമായി കണ്ടുകൊണ്ടിരിക്കുന്ന മാനസിക അവസ്ഥയുള്ളവരെയാണ് പൂർവപക്ഷം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ പൂർവപക്ഷമായിട്ട് നിൽക്കുമ്പോഴോ വേദാന്തിയാണ് എന്താ പറയാ? അപ്പൊ ശ്ലോകാർദ്ധാന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഃ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന പരാ എന്നുള്ളതാണ്. അതായത് ആ ശ്ലോകാധ്യയനം പറയേണ്ടതായിരിക്കുന്ന താല്പര്യത്തെ അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിൻ്റെതായിരിക്കുന്ന തത്വത്തെ വ്യാസൻ അർദ്ധശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താതെ? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരാന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് മിഥ്യയായിട്ടുള്ളതാണ്, ജീവന്റെ സ്വരൂപം തന്നെയാണ് ആ ബ്രഹ്മം. അതായത് ബ്രഹ്മമല്ലാതെ ദൃശ്യത്തിലും അദൃശ്യത്തിലും അതുപോലെ വേറെ എവിടെയും യാതൊന്നുമില്ല എന്ന് ബോധിച്ച് ബ്രഹ്മത്തെ മാത്രം അറിഞ്ഞ് ബ്രഹ്മത്തെ മാത്രം പറഞ്ഞ് ബ്രഹ്മത്തിൽ മാത്രം നിലനിന്ന് പ്രവർത്തിക്കുന്നവരെയാണ് വേദാന്തികള് അല്ലെങ്കിൽ സിദ്ധാന്ത പക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിദ്ധാന്തത്തിന്റെ പക്ഷമായിട്ട് ഇപ്പൊ ഇവിടെ എന്താണ്? അസത്തായിട്ടുള്ളതിനെ ഉണ്മ, അതായത് ഇല്ലാത്തതിനെ ഉണ്ട് എന്നും ഉള്ളതിനെ ഇല്ല എന്നുള്ള പക്ഷമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ പൂർവപക്ഷം എന്ന് വെച്ചാൽ ഇതിനെ സംശയാത്മകമായിരിക്കുന്ന മനസ്സിന്റെ ഉടമകളായിരിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാര് പൂർവപക്ഷം ഉന്നയിക്കുകയാണ്. എന്താ അപ്പൊ പൂർവപക്ഷത്തിൽ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലെന്ന് വരുമല്ലോ എന്നാ ചോദിക്കുന്നത് അല്ലേ? എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒന്നും ഇല്ല എന്ന് പറയണല്ലോ എന്ന്. സത്തിന് അസത്വം, അസത്തിന് സത്വം, ഇങ്ങനെ രണ്ടും അപ്പൊ ഇല്ല എന്നും, അപ്പൊ സത്വം ഇല്ല അതുപോലെ അസത്വം ഇല്ല എന്ന് പറയണല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ സമാധാനം എന്ന് വെച്ചാൽ സിദ്ധാന്തപക്ഷം എന്താണ്? അത് ശരിയല്ല. എന്തേ കാരണം? എല്ലാ വിഷയങ്ങളിലും സദ്ബുദ്ധി ഇല്ലേ? സദ്ബുദ്ധി എന്നും അസൽബുദ്ധി എന്നും. സദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന ജ്ഞാനം, അസൽബുദ്ധി എന്ന് പറഞ്ഞാലോ ഇല്ല എന്ന ജ്ഞാനം. അത് രണ്ട് വകയായിട്ട് എല്ലാ വിഷയങ്ങളിലും കാണുന്നുണ്ട് ഇല്ലേ? ശബ്ദമുണ്ട് അല്ലെങ്കിൽ ശബ്ദമില്ല, അതുപോലെ തന്നെ മണമുണ്ട് അല്ലെങ്കിൽ മണമില്ല, കാറ്റുണ്ട് കാറ്റില്ല, രസമുണ്ട് രസമില്ല എന്നതുപോലെ എല്ലാ വിഷയങ്ങളിലും സദ്ബുദ്ധി എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള ബുദ്ധിയും അസദ്ബുദ്ധി ഇല്ല എന്നുള്ള ബുദ്ധിയും എന്താണ്? എല്ലാ വിഷയങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതോ നമ്മുടെ ബുദ്ധി, അതായത് നമ്മുടെ ജ്ഞാനം യാതൊരു വിഷയത്തില് വ്യഭിചരിക്കുന്നില്ലയോ എന്ന് വെച്ചാൽ മാറിപ്പോകുന്നില്ലയോ, അതായത് തെറ്റിപ്പോകുന്നില്ലയോ, അത് സത്തായിട്ടുള്ളതാണ്. എന്താണ്? അത് ഉണ്മ, അതാണ് വാസ്തവത്തിലായിട്ടുള്ളതും. നമ്മുടെ ബുദ്ധി, അതായത് നമ്മുടെ അറിവ് ജ്ഞാനം എവിടെ വ്യഭിചരിക്കുന്നുവോ, അതായത് എവിടെ മാറ്റത്തിന് വിധേയമാണോ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുമോ, അത് അസത്തായിട്ടുമുള്ളതാകണം.
മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ സത്തിന്റെയും അസത്തിന്റെയും ഭേദം അപ്പൊ വാസ്തവത്തിൽ എവിടെയാണ്? നമ്മുടെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഈ സത്വം അസത്വം എവിടെയാണ്? ഉണ്ട് എന്നും ഇല്ല എന്നുള്ള ബോധം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്, അതായത് നമ്മുടെ ഏതായിരിക്കുന്ന ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടോ നമ്മുടെ അനുഭവത്തിൽ ഈ രണ്ട് ബുദ്ധിയും, ഏതാ രണ്ട് ബുദ്ധി? സദ്ബുദ്ധി എന്നും അസദ്ബുദ്ധി എന്നും. സദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള തോന്നല്, അസദ്ബുദ്ധി എന്ന് പറഞ്ഞാലോ ഇല്ല എന്നുള്ള തോന്നല്. അപ്പൊ വാസ്തവത്തിൽ എന്താണ്? സത്യത്തില് രണ്ടും ഒരു തോന്നൽ തന്നെ അല്ലേ? അതെ, ഉണ്ട് എന്നുള്ളതും ഒരു തോന്നലാണ്, ഇല്ല എന്നുള്ളതും ഒരു തോന്നലാണ്. എന്തായാലും ഈ സദ്ബുദ്ധിയും അസദ്ബുദ്ധിയും ഒരേ അധികരണത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ട് അല്ലേ? എന്താ ഒരേ അധികരണത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ഘടമുണ്ട്, അതായത് പാത്രങ്ങള്, ഈ കുടം തുടങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ ഉണ്ട്, പടം ഉണ്ട്, അതായത് വസ്ത്രങ്ങളുണ്ട്, ആന ഉണ്ട് അല്ലെ, എന്നിങ്ങനെയുള്ള ഘട്ടങ്ങൾ. അതായത് അതൊക്കെ പറയുമ്പോഴെന്താണ്? ഘടം എന്ന അസൽബുദ്ധി, അതായത് കുടം, അതായത് പാത്രം എന്നുള്ളത് അസൽബുദ്ധിയാണ്, ഉണ്ട് എന്നുള്ളതോ സദ്ബുദ്ധിയുമാണ്. മനസ്സിലാവുന്നില്ലേ? അത് ഘടം എന്നുള്ളത് എന്താണ്? പാത്രം, അതുപോലെ തന്നെ ഈ വസ്ത്രം, അതുപോലെ തന്നെ ഈ മാല എന്നുള്ളതൊക്കെ എന്താണ്? അസദ്ബുദ്ധി എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്, അതിന് വാസ്തവത്തിൽ ഉണ്മയില്ല, അതുകൊണ്ട് അതിനെ അസദ്ബുദ്ധി എന്നും. പിന്നെയോ ഉണ്ട് എന്ന സദ്ബുദ്ധിയും. എന്താ ഉണ്ട് എന്ന സദ്ബുദ്ധിയും പറഞ്ഞ പടം എന്ന അസദ്ബുദ്ധിയും ഉണ്ട് എന്ന സദ്ബുദ്ധിയും, അതായത് അതെന്താ? അത് ചിത്രമാകുന്നു, അല്ലെങ്കിൽ അത് ഇന്നതാകുന്നു എന്നുള്ള രീതിയിൽ അത് എന്നുള്ള അസദ്ബുദ്ധിയും ഉണ്ട് എന്നുള്ള സദ്ബുദ്ധിയും, ഇങ്ങനെ സദ്ബുദ്ധിയും അസദ്ബുദ്ധിയും എല്ലാ വിഷയങ്ങളിലുണ്ട് ഇല്ലേ? സദ്ബുദ്ധിയും അസദ്ബുദ്ധിയും, അതായത് ഉണ്ട് എന്നുള്ളതും അത് എന്നുള്ളതും എല്ലാ വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ ഇത് ഏതുപോലെയാണ്? ഇത് നീല നിറമായ താമരപ്പൂവ് എന്ന് പറഞ്ഞപ്പോ എന്താ? അതായത് ധർമ്മവും ധർമ്മിയും എന്നതുപോലെയല്ല. എന്താ അപ്പൊ മനസ്സിലായത്? അതായത് സൽബുദ്ധിയും ഘടബുദ്ധിയും പരമാർത്ഥത്തില് ഒരു വസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. എന്താ? അതായത് ധർമ്മവും ധർമ്മിയും, അല്ലെങ്കിൽ ഈ സാമാന്യവും വിശേഷവും എന്ന പോലെ രണ്ട് ഭിന്ന പദാർത്ഥങ്ങളെ അന്യോന്യ സംബന്ധമായിട്ട് ഒരേ അധികരണത്തില് ഇരിക്കുന്ന പോലെയല്ലാതെ, എന്ന് വെച്ചാൽ അതായത് സൽബുദ്ധി പോലെ ഘടബുദ്ധിയും ഉണ്ട് എന്നുള്ളത് പോലെ പാത്രങ്ങള് അല്ലെങ്കിൽ പദാർത്ഥങ്ങള്, നാമങ്ങള്, രൂപങ്ങള് എന്നതുപോലെ എന്താണ് എന്ന ഘടബുദ്ധിയും സത്യമാണെങ്കിൽ എന്താ പറയണത്? ഘടം ഉണ്ട് എന്നിങ്ങനെയുള്ള ഘടബുദ്ധിയും സൽബുദ്ധിയും അത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ആ അറിവുണ്ടല്ലോ, അതെന്താണ്? അത് ഘടവും പടവും കൂടി ചേർന്നിട്ടുള്ള ജ്ഞാനമാണെന്ന്. എങ്ങനെ? ജ്ഞാനം എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്നിപ്പോ നമുക്കൊരു ചോദ്യം വരികയാണെങ്കിൽ എന്താണ് അതിന്? അതായത് വാസ്തവത്തില് ഒരേ അധികരണത്തിൽ, അതായത് ഒരേ പ്രതലത്തിൽ, അല്ലെങ്കിൽ ഒരേ വിഷയത്തില്, അല്ലെങ്കിൽ ഒരേ വസ്തുവില് എന്താണ് ഘടബുദ്ധിയും സൽബുദ്ധിയും ചേർന്നിരിക്കുന്നതായ ഉപലബ്ധി ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ? ഇവിടെ എന്താണ്? ഇതിപ്പോ ഒരു പേപ്പർ വെയിറ്റ് ആണ്, അപ്പൊ ഇത് ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഇത് പേപ്പർ വെയിറ്റ് ആണെന്നും ഇത് ഉണ്ട് എന്നും രണ്ട് തോന്നലുണ്ടാവുകയാണ് നമുക്ക്. അപ്പൊ ഈ രണ്ട് തോന്നലുണ്ടാകുമ്പോൾ എന്താണ്? അതിനെ അസത്തായിട്ട്, അതിനെ അജ്ഞാനത്തിൽ നിന്നാണ് ഈ രണ്ടായിട്ട് നമുക്ക് അതിനെ കാണേണ്ടതായിട്ടും അറിയേണ്ടതായിട്ടും വരുന്നത്. കാരണം ഇത് വേദാന്ത ചർച്ചയായതുകൊണ്ട് ഇതിലെ ആ ഗഹനമായ ചർച്ച വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ ഒന്നും പിടുത്തം കിട്ടിയില്ല എന്ന് വരും. എന്നാലും നമ്മളോ ഇത് ശാന്തമായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ഈ ഗീതോപദേശം ശ്രവിച്ചു കഴിയുമ്പോഴോ അജ്ഞാന കൽപ്പിതം എന്ന് വെച്ചാൽ സ്വപ്ന സന്നി ഈ ജഗത്ത്. സ്വപ്നം എത്രമാത്രം സത്യം അല്ലേ? സ്വപ്നം സത്യമാണോ? സ്വപ്നത്തിൽ സത്യമാണ്. സ്വപ്നം കാണുന്നതിന് മുമ്പും സ്വപ്നം കണ്ടതിന് ശേഷവും
സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിൽ ആരേ ഉള്ളൂ? താൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വപ്നം എത്രമാത്രം സത്യമാണോ അത്രമാത്രമേ ഈ ജാഗ്രതാകുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിനും സത്യതയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമാവുകയും ഈ ലോകത്തിലേതായിരിക്കുന്ന ഏതൊരു അനുഭവത്തിനും അത്രയേ പ്രസക്തിയുള്ളൂ എന്നുള്ളത് ബോധിക്കാൻ കഴിയുകയും അതിന്റെ ഫലമായിട്ടോ നാം ഇപ്പോ ഏതൊരാളാണെങ്കിലും ഏതൊരു തലത്തിലാണെങ്കിലും നമുക്കും ആ നിത്യാനന്ദത്തിൻ്റെതായിരിക്കുന്ന ആ അഴിവില്ലാത്ത ആനന്ദത്തിന്റെ ഉടമകളായിട്ട് തീരാം എന്നുള്ളതിൽ തർക്കമില്ല. എന്താണ് ഇപ്പൊ നമ്മളെ ഈ വീട് എന്റെയാണ്, ഈ കുട്ടികൾ എന്റെയാണ്, അതുപോലെ ഇതൊക്കെ എന്റെയാണ്, അതൊക്കെ നിന്റെയാണ് എന്നുള്ള രീതിയിൽ ഈ ലോകത്തിലേതായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ തന്നെ എൻ്റെ എന്നും നിന്റെ എന്നും ഉള്ള മമതയൊക്കെ വെച്ച് പുലർത്തി ആ എൻ്റെതായിട്ടുള്ള തലങ്ങളിൽ നമുക്കൊരു അനുകൂലത വരുമ്പോൾ ആഹ്ലാദവും അതുപോലെ തന്നെ പ്രതികൂലത വരുമ്പോൾ ദുഃഖവും എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ അജ്ഞാന തലത്തിൻ്റെയാണ്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ബോധിച്ചു കഴിയുമ്പോഴോ ഇവിടെ ആ നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തവും ആയിരിക്കുന്ന പരമാത്മസത്തയായിരിക്കുന്ന ബോധാത്മകമായിരിക്കുന്ന സാക്ഷി ചൈതന്യമായിരിക്കുന്ന ആ ഉണ്മ മാത്രമേ ഉള്ളൂ. അതിനെ സുഖമോ ദുഃഖമോ അതുപോലെ തന്നെ അടുപ്പമോ അകൽച്ചയോ വെറുപ്പോ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുള്ള രീതിയിലുള്ള ദ്വന്ദ്വാദികളൊന്നുമില്ല എന്ന് ബോധിക്കാൻ സാധിക്കുകയും അപ്പോഴോ നമുക്കും ഈ പറയുന്ന രീതിയിൽ ആത്മാരാമൻ്റെതായിരിക്കുന്ന നിത്യാനന്ദം ആ നശിക്കാത്തതായിരിക്കുന്ന ആനന്ദത്തിന്റെ അറിവ് ബോധിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതായത് ഈ രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ പിന്നെ ഓരോ പ്രത്യേക യോഗങ്ങളെ കുറിച്ചും ഓരോന്നായിട്ട് എടുത്തു പറയും. കർമ്മയോഗം, അതുപോലെ ഭക്തി യോഗം, ഉപാസന യോഗം എന്നൊക്കെയുള്ള രീതിയിൽ ആ ഓരോ യോഗത്തെയും കുറിച്ച് കേൾക്കുമ്പോഴാണ് ഇപ്പൊ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ ജ്ഞാനത്തിൻ്റെതായിരിക്കുന്ന ആ അനുഭവത്തെ നമുക്ക് യാതൊരു കലർപ്പുമില്ലാതെ ബോധിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ഈ പരമാർത്ഥത്തിൽ സത്യമായ വസ്തു എന്താണ്? അത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത്ത് വിപ്രാ ബഹുധാ വദന്തി. സത്യം അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഘടം എന്ന് വെച്ചാൽ കുടം, പടം എന്ന് വെച്ചാൽ വസ്ത്രങ്ങള് തുടങ്ങിയിട്ടുള്ളതിൽ ഉണ്ട് എന്നുള്ള ബുദ്ധി. ഇപ്പൊ ഇല്ല എന്നുള്ളത് എന്താണ്? ഒരറിവാണ് അല്ലേ? എനിക്ക് അറിയില്ല എന്നും ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അറിവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ലോ? പറ്റില്ല. എനിക്ക് ഗീത അറിയാം, അതൊരു അറിവാണ്. എനിക്ക് ഗീത അറിയില്ല. അപ്പൊ എന്താണ്? അറിയില്ല എന്നുള്ളതും അത് ഒരു അറിവാണ്. അപ്പൊ അറിവില്ലായ്മ അറിയില്ല എന്നുള്ള സ്വരൂപത്തിലും എന്തുണ്ട്? അറിവുണ്ട്. അപ്പൊ ഉണ്ട് എന്നുള്ളതിന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ ഇല്ലാത്തൊരു അവസ്ഥയ്ക്ക് ഉണ്ട് എന്നുള്ള അവസ്ഥ ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ ഞാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് അത് ഇല്ലാത്തതാണെന്ന് വരുന്നുണ്ടോ? ഗീതയോ അല്ലെങ്കിൽ അറിവോ ജ്ഞാനമോ? ഇല്ല. അതപ്പോ എനിക്ക് അറിയില്ല എന്നുള്ളത് ഞാൻ അറിയുന്നു. അപ്പൊ അറിയില്ല എന്നറിയുന്ന അറിവുമായിട്ടിരിക്കുന്ന ആ ഉണ്മയാണ് ഇവിടെ പറയുന്നതായിരിക്കുന്ന ബോധം. അപ്പൊ ആ ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ സകലതിനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഈ ഒരു കയറിനെ അങ്ങോട്ട് പെട്ടെന്ന് കാണുമ്പോഴോ അതിന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. ഇപ്പൊ നമ്മളൊരു അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ പോകുകയാണ്, രാത്രിയാണ്. അപ്പൊ അരണ്ട വെളിച്ചം, അതായത് ഒട്ടും കൂരി ഇരുട്ടുമല്ല, എന്ന് വെച്ചാൽ വെളിച്ചം കാണാത്ത അവസ്ഥ അല്ല, അരണ്ട വെളിച്ചമാണ്. അപ്പൊ ആ അരണ്ട വെളിച്ചത്തിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മുമ്പില് ഒരു പാമ്പിനെ കണ്ടിട്ട് അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം. സാധാരണ ഇതിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു, നമ്മളവിടെ പേടിച്ചു. ആ പേടിച്ച വഴി എന്തുണ്ടാവും? ആ പാമ്പിനെ കണ്ട വഴി എന്താ ഉണ്ടാവുക? അങ്ങോട്ട് പേടിക്കുന്നുള്ളതാണ്. പേടിച്ച വഴിയോ വിറയ്ക്കുന്നുള്ളതാണ്. വിറച്ച വഴിയോ വേർക്കും. വേർത്താലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടും. ഓടിയിട്ട് എന്താ ഭാര്യയോട് ചെന്ന് പറയാ, എടി ഇതാ ഞാൻ ഇങ്ങോട്ട് വരുന്നിടത്ത് അവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ടല്ലോ, ആകെ പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് പറയുമ്പോൾ എന്താ ഭാര്യ പറയും? നിങ്ങൾക്കും പറ്റിയില്ലേ, നിങ്ങളും പേടിച്ചു അല്ലേ, എനിക്കും പറ്റി, അത് പാമ്പൊന്നല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരി എന്നും പറഞ്ഞിട്ടോ വെളിച്ചമായിട്ട് വന്ന് നോക്കുമ്പോ എന്താ? അതൊരു കയറിന്റെ കഷ്ണമായിരുന്നു. അപ്പൊ അത് കയറാണെന്ന് അങ്ങോട്ട് ബോധിച്ചപ്പോഴോ ഈ പേടിയും പോയി, അതുപോലെ തന്നെ എന്താണ് വേർത്തതും പോയി, അതുപോലെ തന്നെ വിറച്ചതും പോയി, ആ ഓടിപ്പോയതൊക്കെ പോയി. അപ്പൊ വാസ്തവത്തില് എന്താണ്? രജു സർപ്പവതേ, കയറിനെ കയറായിട്ട് കാണാത്തത് കൊണ്ട് അതിന് സർപ്പമായിട്ട് തെറ്റിദ്ധരിച്ചപ്പോഴെന്താണ് നമുക്ക് ഭയ, ശ്വേതന, അതുപോലെ തന്നെ കമ്പന, പലായനാനി,
ഭയവും അതുപോലെ വിയർപ്പും അതുപോലെ തന്നെ വിയർക്കലും വിറയ്ക്കലും അതുപോലെ തന്നെ പേടിയും ഓടിപ്പോക്കും ഒക്കെ എപ്രകാരമാണോ ഉണ്ടായത്, അതുപോലെ സച്ചിദാനന്ദ സ്വരൂപാത്മകമായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ഈ ആത്മാവിനെ നമ്മളെ അത് നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്ന പരമാത്മ സത്യമാണെന്ന് അറിയാതിരിക്കുമ്പോഴോ ഈ കയറിനെ എപ്രകാരമാണോ പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചത് എന്നതുപോലെ ആത്മാനന്ദമായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ഈ ആത്മഭാവത്തെ നമ്മൾ ദേഹമായിട്ട് തെറ്റിദ്ധരിക്കും, ശരീരമായിട്ട് അങ്ങോട്ട് അറിയും. ശരീരമായിട്ട് അങ്ങോട്ട് അറിയുമ്പോഴോ ഇവിടെ നമുക്ക് അനുകൂലങ്ങളിൽ സുഖവും പ്രതികൂലങ്ങളിൽ ദുഃഖവും അതുപോലെ ചൂട് അതുപോലെ തണുപ്പ് എന്നുള്ള രീതിയിൽ ദ്വന്ദ്വാദികൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോഴോ അതായത് ഈ വാസ്തവത്തിൽ അവിടെ ഈ കയറിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള വിവിധ കൽപ്പനകള് അത് പാമ്പാണ്. ചിലര് മാലയായിട്ടും കാണും അല്ലേ? ഈ കയറിനെ ഇപ്പൊ പാമ്പായിട്ട് തന്നെ ഇപ്പൊ എല്ലാരും കണ്ടോണമെന്നില്ല. ഈ മാല എന്നും പറഞ്ഞെടുത്ത് നോക്കുമ്പോഴാണ് അയ്യേ മാലയില്ലല്ലോ ഇതൊരു കയറാണെന്ന് തോന്നാം. അപ്പൊ അത് മാലയായിട്ട് അതുപോലെ ഒരേ രജ്ജുവിൽ തന്നെ, അതായത് ഒരേ കയറിനെ തന്നെ അതിലെങ്ങനെയാണോ പലതരത്തിൽ അതിലെ ആരോപിക്കപ്പെട്ടപ്പോഴോ അതിൽ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാണ്. അത് നമുക്ക് അസത്യമാണെന്നും അറിയാം. എങ്ങനെ അതിൽ സത്യം എന്താണെന്ന് അറിയുമ്പോഴല്ലേ അത് അതിലുണ്ടായിരുന്ന കൽപ്പനകളും കൽപ്പനയുടെ ഫലമായിട്ടുണ്ടായി വന്ന ഭ്രമങ്ങളും ഒക്കെ വെറും അസത്യമാണെന്ന് നമ്മൾ അറിയും. അതുപോലെ തന്നെയാണ് ഉണ്ട് അസത് എന്നൊരു ജ്ഞാനം സർവത്ര വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ്. അത് ഓരോയിടത്തും വ്യഭിചരിക്കുന്നില്ല. എന്തേ ഉണ്ട്. അപ്പൊ പ്രജ്ഞാനം ബ്രഹ്മ, ഈ ബോധത്തെയാണ് ബ്രഹ്മമെന്നും ഈശ്വരനെന്നും അതുപോലെ ആത്മാവെന്നൊക്കെ പറഞ്ഞ അപ്പൊ എന്താണ് സത്യത്തിലെ ബോധമാണ്. അങ്ങനെയുള്ള ബോധം ഉണ്ട് എന്നൊരു ജ്ഞാനം സർവത്ര വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഓരോയിടത്തും വ്യഭിചരിക്കുന്നില്ല. അതാണ് പരമാർത്ഥത്തിലെ സത്യമായ വസ്തു. അതില് ആരോപിക്കപ്പെട്ടിട്ടുള്ള കൽപ്പനകളാണ് ഈ ഘടമെന്നും അതുപോലെ പടമെന്നും അതുപോലെ ഋജുവെന്നും അതുപോലെ സർപ്പമെന്നും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സകലവും എന്താണ് ആ ഉണ്മയായിരിക്കുന്ന വാസ്തവത്തിലുള്ള ബോധത്തില് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങള് മാത്രമാണ്. അപ്പൊ വാസ്തവത്തിലോ ഈ പറയുന്ന കൽപ്പനകളെല്ലാം വാസ്തവത്തില് പരമാർത്ഥത്തിൽ എന്താണ് ഇല്ലാത്തത് തന്നെയാണ്. അപ്പൊ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ, ഉണ്ട് എന്ന് പറയുന്ന ഉണ്മ, ആ ബോധം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ ഈ സത്തെന്നും അസത്തെന്നും പറയുന്ന ബുദ്ധികൾ ഉള്ളതില് ഘടം പടം മുതലായ അസത് എന്ന് വെച്ചാൽ കുടം, വസ്ത്രം, അതുപോലെ മാല, ഇത് അസത്താണ് എന്ന് വെച്ചാൽ ഇല്ലാത്തതാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ മാല ഇല്ലാത്തതാണെന്നാണ് വേദാന്തത്തിൻ്റെതായിരിക്കുന്ന മതം. എന്താണിപ്പോ അതുപോലെ തന്നെ ഈ വസ്ത്രം ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടേതായിരിക്കുന്ന ഈ പറയുന്ന ഘടം പടം അതൊക്കെ എന്താണ്, അത് ഈ രണ്ട് ബുദ്ധികളുള്ള ഘടം പടം എന്നുള്ള അസൽ ബുദ്ധി വ്യഭിചരിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഉണ്ട് എന്നുള്ള സൽബുദ്ധി എന്താണ്, അത് ഒരിക്കലും വ്യഭിചരിക്കുന്നില്ല. എന്താണ് അത് യാതൊരു കാരണവശാലും വ്യഭിചരിക്കുന്നില്ല. അതായത് ഇപ്പോ മാല ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ വസ്ത്രമുണ്ട്, അതുപോലെ തന്നെ പാത്രങ്ങളുണ്ട്. അപ്പൊ ഈ പാത്രം, വസ്ത്രം, മാല ഈ പറയുന്നതായിരിക്കുന്ന നാമരൂപങ്ങൾ വാസ്തവത്തിൽ എന്താണ് ഇല്ലാത്തതാണ്. എന്നാൽ ഈ പാത്രത്തിലും അതുപോലെ തന്നെ മാലയിലും ഈ പറയുന്ന സർവത്തിലും എന്താണ് ഉണ്ട് എന്ന് പറയുന്ന ഉണ്മ, ആ ബോധം, അറിവ്, അത് യാതൊരു സ്ഥലത്തും വ്യഭിചരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടോ ഘടാദി എന്ന് വെച്ചാൽ കുടം, അതുപോലെ തന്നെ വസ്ത്രം, മാല എന്നുള്ള ബുദ്ധി അതെന്താണ്, അത് അസത്യമാണ്. ഈ പാത്രം അതായത് ഈ പറയുന്ന നാമരൂപങ്ങളെ അസത്യമാണ്. എന്നാലോ ഉണ്ട് എന്നുള്ള സദ്ബുദ്ധിയോ ആ വിഷയം, അതായത് സദ്ബുദ്ധി എന്നുള്ളത് യാതൊരു കാരണവശാലും അസത്യമാകുന്നില്ല. എന്തേ കാര്യം, അത് യാതൊരു കാരണവശാലും വ്യഭിചരിക്കുന്നില്ല എന്ന് വെച്ചാൽ മാറുന്നില്ല അല്ലേ. ഈ പാത്രത്തിലും പാത്രമുണ്ട് എന്നുള്ള ചിന്തയുണ്ട്, മാലയിലും ഉണ്ട് എന്നുള്ള ചിന്തയുണ്ട്, അതുപോലെ ഈ കണ്ണാടയിലും ഉണ്ട് എന്നുള്ള ചിന്തയുണ്ട്.
അപ്പൊ ഉണ്ട് എന്നുള്ളതോ യാതൊരു കാരണവശാലും നശിക്കുന്നില്ല. എന്നാലോ ഈ കണ്ണട നശിക്കും, അതുപോലെ തന്നെ ഈ മാല നശിക്കും, അതുപോലെ തന്നെ ഈ വസ്ത്രം നശിക്കും, അതുപോലെ ഈ ലോകത്തിലെ സകലതും നശിക്കും. അപ്പൊ ഈ നശിക്കുന്നതായിരിക്കുന്ന പദാർത്ഥങ്ങൾക്കൊക്കെ ഉണ്മ പറയാൻ പറ്റുമോ? അതുകൊണ്ട് അത് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതിന് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇല്ലാത്തതാണെങ്കിലും ഈ ഈ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ എന്താണ് ഉണ്മയായിട്ട് അറിയുന്ന ആ ബോധം അത് യാതൊരു സ്ഥലത്തും വ്യഭിചരിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഒരു പൂർവപക്ഷം പറഞ്ഞു, പൂർവപക്ഷിയുടെയും സിദ്ധാന്തി പക്ഷിയുടെയും ഒക്കെ പ്രത്യേകത പറഞ്ഞു. അപ്പൊ ഒരു പൂർവപക്ഷം ഉന്നയിക്കുകയാണ്. എന്താണ് ആ പൂർവപക്ഷം? അതായത് ഘടം, നമ്മുടെ കുടം, അതുപോലെ തന്നെ ഈ പറഞ്ഞ വസ്ത്രം, ഇതൊക്കെ എന്താണ് നശിച്ചതിന്റെ ശേഷവും, അതായത് അവയൊക്കെ നശിച്ചതിന് ശേഷം അതിനെ പറ്റിയുള്ള ബുദ്ധി നമ്മോട് കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താണ് എന്നാ ശരിക്കും വാസ്തവത്തിൽ ആ ബുദ്ധി ഇല്ലാതെ ഉണ്ട് എന്നുള്ള ബോധവും ഇല്ലാതാകണ്ടേ എന്നാ ചോദിക്കുന്നത്. ഒരു കുടം, ഇപ്പൊ പാത്രം അതങ്ങോട്ട് നശിച്ചു, എന്നാ നശിച്ചതോട് കൂടിയിട്ട് ആ കുടം നശിച്ചു. അപ്പൊ അതുകൊണ്ട് ആ ഉണ്ട് എന്നുള്ള ബോധവും അപ്പൊ അവിടെ നശിക്കുന്നില്ലേ എന്നൊരു സംശയം ചോദിക്കുമ്പോഴോ എന്താ അതിന് സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ സിദ്ധാന്ത പക്ഷി പറയാണ് ഇല്ല, അത് അങ്ങനെ സംഭവിക്കുന്നില്ല. എന്താ കാരണം? ഉണ്ട് എന്ന ബുദ്ധി ഘടം, അതായത് ഇപ്പൊ ഒരു കുടം, ഒരു പാത്രം നശിച്ചു എന്ന് വിചാരിക്കുക, അതിലപ്പോ ആ ബുദ്ധി നശിച്ചു, ഉണ്ട് എന്നുള്ള ബുദ്ധി നശിച്ചാലും ഉണ്മ, അതായത് അതെന്താണ് ഈ വസ്ത്രം അതുപോലെ മാല തുടങ്ങിയവകളിൽ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ട് വിശേഷണ വിഷയമായിട്ട് മാത്രമാണ് സദ്ബുദ്ധി ഇരിക്കുന്നത്. അതുകൊണ്ടോ അത് യാതൊരു കാലത്തും നശിക്കുന്നില്ല.